ബ്രദറെ, ഈ സിസ്റ്ററിന് കർത്താവ് കൊടുത്ത ഒരു കൂട്ടം സൗഖ്യവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിൻ്റെ പേര് ഷൈനി എന്നാണ്. ഈ സിസ്റ്റർ 10 വയസ്സ് മുതൽ ഈ സിസ്റ്ററിന് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വെള്ളപ്പാണ്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഭയങ്കര എന്റെ കൈ വെള്ളപ്പാണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം. ഓക്കെ, ഇപ്പോൾ 57 വയസ്സായി. ആ വെള്ളപ്പാണ്ട് കോട്ടയം മീറ്റിങ്ങിൽ വെച്ച് 2019 ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തൊട്ട് വെള്ളപ്പാണ്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഭയങ്കര ഇടപാടായി പോലെ കർത്താവേ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ വിശ്വാസം എനിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ചേച്ചി ഫോട്ടോ ഒക്കെ ഇടാൻ വന്നിട്ടുള്ളത് കേട്ടോ. പാണ്ടുള്ള സ്കിന്നിന്റെ ഫോട്ടോ ഇടാൻ വന്നിട്ടുള്ളത്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മുഖത്തൊക്കെ പാണ്ടുണ്ട് അല്ലേ? ഉണ്ടായിരുന്നു. ചേച്ചിക്ക് 10 വയസ്സ് മുതൽ വെള്ളപ്പാണ്ടുണ്ട്. കൈയുടെ പുറത്തെല്ലാം ഉണ്ടായിരുന്നു, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ 2019 പ്രാർത്ഥിക്കാൻ വന്നതിന് ശേഷം ചേച്ചി ചികിത്സിച്ചില്ലേ? ഇല്ല, മരുന്ന് കൊണ്ട് മാറത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ദൈവത്തിൽ ആശ്രയം. ഞാൻ ബ്രദറിന്റെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ വന്ന്. ഓരോ ആരാധനയിലും എനിക്ക് ദൈവം ഒത്തിരി. ചേച്ചി എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം, എന്റെ പാണ്ടും കൂടെ മാറട്ടെ. ഇതൊരു വലിയ കാര്യമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാണ്ടുള്ള ഞാൻ ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ ചേച്ചി ഇപ്പൊ പറയണ എനിക്ക് പാണ്ട് മാറിയെന്നാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്കിങ്ങനെ പാണ്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബ്രദറിനും ഇങ്ങനെ പാണ്ടുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, അപ്പം നേരത്തെ പാണ്ടുള്ള മുഖത്തോടു കൂടി എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പൊ ഈ പാണ്ട് മാറിക്കഴിഞ്ഞപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കും, ആ ചേച്ചിയാണോ ഈ ചേച്ചി? അപ്പൊ അവർക്കൊരു സംശയം. അപ്പൊ ഞാൻ താടി വെച്ചപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അങ്ങേര് തന്നെയാണ് ഇങ്ങേരെന്ന് ഇപ്പൊ ചോദിക്കുന്നത്. ചില ആരോ ഒരാൾ പറയുന്നത് പാണ്ട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് താടി വെച്ചത്. പൊട്ടന്മാരെ കൈ മുഴുവൻ പാണ്ടായിരിക്കും, മുഖത്ത് താടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ഓർത്തെ, അപ്പൊ ആരും എന്നെ അങ്ങനെ തിരിച്ചറിയുന്നില്ലല്ലോ, നേരത്തെ ആണല്ലോ ഇങ്ങനെ. അപ്പൊ ഇതൊരു അടയാളമാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന്. ഫോണിലൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഷൈനി എന്ന് പറയുമ്പോൾ ആ പാണ്ടുള്ള ഷൈനി, ചൂണ്ടേ പാണ്ടുള്ള ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പെട്ടെന്നറിയും. അപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ. അപ്പം ഞാൻ അന്നേരം ബ്രദറിൻ്റെ കാര്യം ഓർത്തു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ബ്രദറിൻ്റെ മുഖത്ത് ഇങ്ങനെ പാടുള്ളത് മാറാതിരിക്കട്ടെ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്ത് മാറാതിരിക്കട്ടെ. നമ്മൾ ഒത്തിരി സുവിശേഷകന്മാരെ, അപ്പോൾ പ്രാർത്ഥനക്കാരൊക്കെ ഇങ്ങനെ TV പ്രോഗ്രാം ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. അതാരാ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാം, ഇങ്ങനെ നമുക്ക് പറയാലോ, ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്ത് ബ്രദറിൻ്റെ മാറാതിരിക്കട്ടെ എന്ന് ഞാൻ അന്നേരം മനസ്സിലോർത്ത്. മാറാതിരിക്കേണ്ട, കർത്താവ് നമുക്ക് കാൽവരിയിൽ മരിച്ചത് നമ്മൾ സൗഖ്യമാകാനാണ്. യേശു സൗഖ്യമാകട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. ചേച്ചിയുടെ ഹൃദയത്തിൽ നിന്നാ പറഞ്ഞ, എനിക്ക് മനസ്സിലായി. ഇതെന്തോ അടുത്ത ഫോട്ടോ പറഞ്ഞേ. അടുത്തൊരു സാക്ഷ്യം, ഈ സിസ്റ്ററിന് വീട് ഒരുപാട് മലയുടെ മുകളിലായിരുന്നു വീട് ഉണ്ടായിരുന്നത്. അവിടുന്ന് താഴേക്ക് ഇറങ്ങണമെന്ന് ഈ സിസ്റ്റർ വളരെ ആഗ്രഹിച്ചു. എന്നാൽ പുറത്തേക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് താഴേക്കൊന്ന് ഇറങ്ങണമെന്ന്. എന്നാൽ ആ സമയത്ത് ആ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ഉരുള് പൊട്ടി. വീടിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ അത് പഞ്ചായത്തിൽ നിന്നൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇത് അപകടമാണെന്ന് മനസ്സിലായിട്ട് ഈ സിസ്റ്ററിനൊക്കെ 10 ലക്ഷം രൂപ അനുവദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട്. ഇതും ഫോട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് സാക്ഷ്യം പറയാൻ തന്നെ വന്നിട്ടുള്ളതാണ്. അടിപൊളി ഒരു വീട് ഇപ്പൊ തനിക്കുണ്ട്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. That is great. മോളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ മോളുടെ വിവാഹം വളരെ അനുഗ്രഹത്തോടു കൂടി നടന്നു. അടുത്തൊരു സാക്ഷ്യം കൂടി ഉണ്ട്. വീട് കിട്ടി, മോളുടെ വിവാഹം നടന്നു. ഏറ്റവും ചേച്ചിയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത വണ്ണം, തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം മുഖത്തെയും കയ്യിലെയും ചുണ്ടിലെയും ഒക്കെ പാടുമാറിപ്പോയി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. That is so amazing. God is so loving. ഈ സിസ്റ്ററിന് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരാളായിരുന്നു. എപ്പോഴും പാട്ട് പാടുമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ തൊണ്ടയിൽ ഭയങ്കര അസ്വസ്ഥതയായിട്ട് പാട്ട് പാടാനോ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ കരുതിയത് തൈറോയിഡ് ആയിരിക്കുമെന്ന് കരുതി. അങ്ങനെ എന്നാലും ഡോക്ടറെ കാണിക്കാനോ ചികിത്സിക്കാനോ സിസ്റ്റർ മുതിർന്നില്ല. പ്രാർത്ഥനയിൽ തന്നെ വിശ്വസിച്ചു. നമ്മുടെ പ്രാർത്ഥന എവിടെയുണ്ടെങ്കിലും ഈ സിസ്റ്റർ വരും. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സിസ്റ്റർ ജസ്റ്റിൻ ബ്രദർ പാടിയ പാട്ട് നടക്കാത്തതൊന്നുമില്ല എന്ന പാട്ട് ഫോണിൽ വെച്ച് കേൾക്കുമായിരുന്നു. ആ ഒപ്പം സിസ്റ്ററും പാടി. അത്ഭുതം എന്ന് പറയട്ടെ, തൊണ്ട തുറന്നു വന്നു. ഇപ്പോൾ നന്നായിട്ട് പാടാൻ പറ്റുമെന്നാ പറഞ്ഞത്. നടക്കാത്തതൊന്നുമില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ.
രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞേ നടക്കാത്തതൊന്നും ഇല്ലെന്നൊന്ന് പറഞ്ഞേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ചേച്ചി 4 പ്രധാന കാര്യങ്ങൾ സാക്ഷ്യം പറഞ്ഞു. കർത്താവ് കൊടുത്ത വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞേ. കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. താങ്ക് യു വെരി മച്ച്. പറയാത്ത 3 കാര്യം കൂടി ഉണ്ട്. പറയാതെ കോട്ടയത്ത് എഴുതി സ്ഥലമില്ലല്ലോ, അപ്പൊ കുറച്ചല്ലേ എഴുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ കോട്ടയം കോതമംഗലത്തെ മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ എനിക്ക് യൂട്രസിൽ മുഴയതുകൊണ്ട് അതെടുത്ത് മാറ്റിയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ശരീരത്തിൽ. അപ്പം ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പം ഞാനിങ്ങനെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ വേറെ ഒരു പേഷ്യൻറ്റിനെ കൂടെ കൂട്ടി 5:30 ആകുമ്പോൾ വീട്ടിൽ മടങ്ങി എത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യം തുടങ്ങിയപ്പം. അപ്പം ഞാനപ്പോൾ ആ ചേച്ചീനെ അപ്പം ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഞാൻ ഓർത്തു. അപ്പം ബ്രദർ വന്ന് ആദ്യമേ ഞങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് ആദ്യം തന്നെ പോരണമായിരുന്നു. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി. പിന്നെ ഒന്നും കൂടെ കണ്ട് ബ്രദറിനെ പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് ഓടി വന്നു. സിസ്റ്ററെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, ഭയങ്കര ചൂടാണ് ശരീരത്തിൽ, അതുകൊണ്ട് 3-4 പ്രാവശ്യമൊക്കെ തലവഴി വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്തതിനു ശേഷമുള്ള പ്രശ്നം വേർപ്പ് ചൂടങ്ങ് സഹിക്കാൻ വയ്യാത്ത ചൂട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു. അപ്പം സിസ്റ്റർ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കിങ്ങനെ അസ്വസ്ഥതയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇത്രയും ആൾക്കാർ വന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇനിയിപ്പോൾ സിസ്റ്റർ ഓർത്തിരിക്കുവാണോ പ്രാർത്ഥിക്കാൻ ഇപ്പം തന്നെ എന്ന് കരുതി ഞാൻ 2 കൈയും തലയിലെടുത്ത് വെച്ചു. എൻ്റെ തലയിലോട്ട് നിർബന്ധമായിട്ട് ഓർക്കുന്നുണ്ടായിരിക്കും, എടുത്ത് വെച്ചു. അപ്പം തന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ ചൂടും പൂർണ്ണമായിട്ട് വിട്ടു മാറി. കഴിഞ്ഞ മാസം എൻ്റെ മൂത്ത മോക്ക് പാലായിൽ വെച്ച് പാലായിലായിരുന്നു തൊണ്ടയിൽ ഇങ്ങനെ ശ്വാസം വിടാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പാടില്ലാത്ത ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കട്ടപ്പനയിൽ മീറ്റിങ്ങിൽ കടന്നു വരണം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കുഞ്ഞ് അവിടുന്ന് ഇവിടെ വന്നായിരുന്നു. അപ്പം ബ്രദർ ഫ്രണ്ടിലോട്ട് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞ കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസത്തെ മീറ്റിംഗ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ്. അപ്പം ഫ്രണ്ടിലോട്ട് വിളിച്ചു വരുത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. അത് രോഗമല്ല, രോഗത്തിന്റെ ആത്മാവ് നിന്നെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പൊ പൂർണ്ണ സൗഖ്യം കിട്ടി. ഈ ചേച്ചിയുടെ വീട്ടിൽ മൊത്തം സൗഖ്യവും അനുഭവങ്ങളേ ഉള്ളൂ.